Good morning, dear students. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. There are different types of demand which are discussed in economics literature, microeconomics literature. First, price demand. Second, income demand. Third, cross demand. Fourth, direct demand. Fifth, derived demand. Sixth, composite demand. Finally, joint demand. What is പ്രൈസ് ഡിമാൻഡ്? ഈ കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, പ്ലസ് ടുവിന് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. വാട്ട് ഈസ് പ്രൈസ് ഡിമാൻഡ്? പ്രൈസ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, ആ അസോസിയേഷനെയാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസസ്. ദാറ്റ് ഈസ് കാൾഡ് പ്രൈസ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് പ്രൈസ്, ദാറ്റ് ഈസ് കാൾഡ് പ്രൈസ് ഡിമാൻഡ്. ഓക്കെ, നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, almost all commodity, the quantity demanded of a commodity is inversely related to price. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഒരു ഇൻവേഴ്സ് അസോസിയേഷനാണ് ഉള്ളത്. അപ്പോൾ അതാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് പ്രൈസ് ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ഡിമാൻഡ്. ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത് പിന്നെ പ്രൈസിലുണ്ടാകുന്ന നമുക്ക് ചേഞ്ച് മുഖേന ഇൻകം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. ഇൻകം ഡിമാൻഡ് ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് മുഖേന ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. ദാറ്റ് മീൻ ഇൻകം ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇൻകം ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ ഇൻകം ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്പാർട്ട് ഫ്രം ദി പ്രൈസ് there are various factors which have significant impact on quantity demand. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറാണ് ഇൻകം. ഓക്കെ, അപ്പോൾ ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം ജനറലി ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ കമ്മോഡിറ്റി. ഇൻകം കൂടിയാൽ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റമാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബട്ട് ഫോർ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്, ഓക്കെ, അപ്പോൾ നോർമൽ ഗുഡ്സിന് കേസ് എടുക്കുകയാണ്. നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വെൻ ഇൻകം ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ ഇൻകം കോസസ് റിഡക്ഷൻ ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ കേസ് എന്ന് പറയുന്നത് നോർമൽ ഗുഡ്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻകം കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, ഇൻകം കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ relationship between quantity demand of a normal goods and income of the consumer. അപ്പോൾ this is case for normal goods. But about inferior goods, okay, inferior goods are those goods whose demand decreases when income increases and a decrease in income causes an increase in demand. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഗുഡ്സിനാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുക. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഡിമാൻഡും എങ്ങനെയാണ്? ഇൻഫീരിയർ ഗുഡ്സ് നമുക്കറിയാം, നമ്മുടെ ഇൻകം വർദ്ധിച്ചാൽ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പിന്നെ താണത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഡിമാൻഡ് നമ്മൾ കുറക്കും. ഇൻകം കൂടിയാൽ ഈ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ഡിക്രീസസ്. ഇഫ് ഇൻകം ഡിക്രീസസ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇൻകം വർദ്ധിച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും.
അതാണ് ആക്ച്വലി ഹാപ്പനിങ്. അപ്പോൾ that kind of relation exists between income and demand as far as normal goods is concerned, okay, and also inferior goods is concerned. Okay, now cross demand. Cross, എന്താണ് ക്രോസ് ഡിമാൻഡ്? ക്രോസ് ഡിമാൻഡ് refers to the relationship between quantity demanded of a one commodity and the price of a related commodity. അപ്പോൾ ക്രോസ് ആ പേരിൽ തന്നെ ഉണ്ട് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, ഓക്കെ, ആൻഡ് ദ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റി. അപ്പോൾ ഒരു കമ്മോഡിറ്റി എക്സ് എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡും അതുപോലെ തന്നെ വൈ എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പെട്രോൾ ആൻഡ് കാർ. ഓക്കെ, ഡിമാൻഡ് ഫോർ കാർ increases with decrease in price of petrol. Other example, demand for car decreases with increase in price of petrol. Okay, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കാർ, പ്രൈസ് എന്താണ്? പ്രൈസ് ഓഫ് പെട്രോൾ ആണ്. അപ്പോൾ അതാണ് സച്ച് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് for cross-section demand. So cross demand, that means it shows the relationship between quantity demanded of a one commodity and the price of a related commodity. Related commodity may be substitute good or complementary good. Okay, അപ്പോൾ ഇനി substitute goods, what is mean by substitute goods? Okay, അപ്പോൾ ഈ റിലേറ്റഡ് കമ്മോഡിറ്റി ക്യാൻ ബി classified into two subcategories. First is substitute goods, another is complementary goods. എന്താണ് substitute goods? Substitute goods are the goods that can easily replace one another in consumption. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. അപ്പോൾ ടീക്ക് പകരം കോഫി ആക്കാം. നമുക്ക് ടീയുടെയും കോഫിയുടെയും പ്രൈസിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് മോർണിംഗ് ടീ ആണോ മോർണിംഗ് കോഫി ആണോ, അതുപോലെ തന്നെ ഈവനിങ് ടീ വേണോ കോഫി വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പം പരസ്പരം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. If two goods are substitutes, an increase in the price of one leads to increase the demand for the substitute. ഇങ്ങനെ പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മറ്റേ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ when the price of tea goes up, ടീയുടെ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് ഫോർ കോഫി ഗോസ് അപ്പ്. അപ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. ആൻഡ് ടീ ആൻഡ് കോഫി ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ സച്ച് കൈൻഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ കോംപ്ലിമെൻ്ററി ഗുഡ്സ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ ദ ഗുഡ്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, if two goods are complements, an increase in the price of one leads to a decrease in the demand for the other. അപ്പോൾ രണ്ട് ഗുഡ്സ് കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മറ്റേ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയും. ഓക്കെ, if two goods are complement, an increase in the price of one leads to the decrease in the demand for other goods. ഞാൻ പറഞ്ഞു കാറും പെട്രോളും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഫോർ എക്സാമ്പിൾ when the price of tea goes up, okay, the demand for lemon declines. Tea and lemon are complements. Okay, ഇവിടെ നമ്മൾക്ക് പിന്നെ കാറ് പെട്രോളിന് പകരം ഇവിടെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിട്ട് എടുത്തത് പിന്നെ ലെമണും ടീയാണ്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ?
വെൻ ദ പ്രൈസ് ഓഫ് ടീ ഗോസ് അപ്പ്, ടീയുടെ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് ഫോർ ലെമൺ ഡിക്ലൈൻ. ഓക്കെ, ലെമണിൻ്റെ ഡിമാൻഡ് കുറയും. ദാറ്റ് ടീ ആൻഡ് ലെമൺസ് ആർ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ദ പെട്രോൾ ആൻഡ് കാർ, ഓക്കെ, അത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ഇതൊരു മറ്റൊരു എക്സാമ്പിൾ. ഇനി ദിസ് ഈസ് അബൌട്ട് ക്രോസ് ഡിമാൻഡ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഡയറക്റ്റ് ഡിമാൻഡ്? ഡയറക്റ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ ഫൈനൽ ഗുഡ്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിനുള്ള ഡിമാൻഡിനെയാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ നേരിട്ട് മാർക്കറ്റ് പോയിട്ട് നമ്മൾ വാങ്ങുന്ന പിന്നെ കടകളിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ പോയിട്ട് വാങ്ങുന്ന ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നത് ഡിമാൻഡിനെയാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ ഫൈനൽ ഗുഡ്സ്. ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ആർ കാൾഡ് ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് നേരെ അടുത്ത സ്റ്റേജ് അത് നേരെ കൺസംഷനാണ്. അപ്പോൾ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൺസംഷന് വേണ്ടി റെഡിയായി നിൽക്കുന്ന ഗുഡ്സാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഡിമാൻഡ് ചെയ്താൽ അതിന് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡിമാൻഡ്. ഓക്കെ, ബൈ ഡിറൈവ്ഡ് ഡിമാൻഡ് we mean that the demand for one commodity depends on and is derived from the demand for another. Okay, അപ്പോൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ വൺ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ വൺ കമ്മോഡിറ്റി ഈസ് ഡിറൈവ് ഫ്രം ഡിമാൻഡ് ഫോർ അനദർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിറൈവ് ചെയ്തെടുക്കുന്ന മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് ഡിറൈവ് ഫ്രം ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്. അല്ലേ, കൺസ്യൂമർ ഗുഡിൻ്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡിന് ഡിമാൻഡ് ഉണ്ടാകുന്നത്. അപ്പം ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിറൈവ്ഡ് ഡിമാൻഡ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഉണ്ടായത്? കൺസംഷൻ വർദ്ധിച്ചു, കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായി കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഗുഡ്സിന് ഡിമാൻഡ് വർദ്ധിക്കും. Therefore, the capital goods is an example for derived demand. Okay, but derived demand എന്ന് പറയുന്നത് demand for any commodity is derived from other commodity. For example, demand for capital goods demand is derived from consumer goods, demand for consumer goods. Okay, അപ്പോൾ that is called derived demand. ഇനി composite demand. A commodity is said to have composite demand when it can be used for many purpose. ഒരു composite demand എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് മെനി പർപ്പസ്. വേരിയസ് പർപ്പസിന് ഉപയോഗിക്കാൻ എന്നുള്ള പർപ്പസിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റി സെറ്റ് ടു ബി ഹാവ് എ കോമ്പോസിറ്റ് ഡിമാൻഡ് വെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെനി പർപ്പസ്. ഒരുപാട് പർപ്പസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റാൻസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഈസ് കോമ്പോസിറ്റ് ഡിമാൻഡ്. As electricity has many uses as energy in industries, lighting, heating, etc. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പോസിറ്റ് ഡിമാൻഡ്. മറക്കരുത്, കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് വി ഹാവ് വേരിയസ് പർപ്പസ് ഓൺ ഇറ്റ്, അല്ലേ? എനർജി കൺസംഷൻ, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, എക്സെട്ര, മെനി തിങ്സ് ആർ ദർ. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഡിമാൻഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ജോയിൻറ്റ് ഡിമാൻഡ്. വാട്ട് ഈസ് മീൻ ബൈ ജോയിൻറ്റ് ഡിമാൻഡ്? ജോയിൻറ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ കമ്മോഡിറ്റീസ് ഓർ സർവീസസ് വെൻ ദേ ആർ ഡിമാൻഡഡ് ടുഗദർ. അപ്പോൾ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കമ്മോഡിറ്റീസ് ജോയിൻ്റ്ലി ഡിമാൻഡ് ചെയ്യുകയാണ്. ഓക്കെ,
ഒരുമിച്ച് കൺസ്യൂമർ എന്ത് ചെയ്യാണ്, 1 or 3 കമ്മോഡിറ്റീസ് ആർ ഡിമാൻഡഡ് ജോയിൻ്റ്ലി, ഓക്കെ, അല്ലെങ്കിൽ ടുഗദർ, ഒരുമിച്ച് നമ്മൾ ഏതെങ്കിലും 2 or 3 കമ്മോഡിറ്റീസ് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ദ ഡിമാൻഡ് ഫോർ കാർ ആൻഡ് പെട്രോൾ, അല്ലേ? കാറ് വാങ്ങിയാൽ പെട്രോൾ ഡിമാൻഡ് കൂടും, കാരണം കാറും പെട്രോൾ ഉണ്ടെങ്കിൽ കാറ് പോവും, കാർ ഓടണമെങ്കിൽ പെട്രോൾ വേണം. ഓക്കെ, പെൻ ആൻഡ് ബുക്ക്, പെൻ ഉണ്ടായിട്ട് കാര്യമുണ്ടോ, ബുക്ക് വേണ്ടേ? അപ്പോൾ ഡിമാൻഡ് ഫോർ പെൻ ആൻഡ് ബുക്ക്, ഡിമാൻഡ് ഫോർ കാർ ആൻഡ് പെട്രോൾ, ഡിമാൻഡ് ഫോർ ടീ ആൻഡ് ഷുഗർ, ചായ കുടിക്കണമെങ്കിൽ പഞ്ചസാര വേണ്ടേ? അതുപോലെ തന്നെ ദിസ് ആർ ദ എക്സാമ്പിൾ ഫോർ ജോയിൻറ്റ് ഡിമാൻഡ്. ജോയിൻറ്റ് ഡിമാൻഡ് ഗുഡ്സ് ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എപ്പോഴും അതെന്തായിരിക്കും, ജോയിൻറ്റ് ഗുഡ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിരിക്കും. ഓക്കെ, കാരണം വണ്ടി ഓടിക്കണമെങ്കിൽ പെട്രോൾ വേണം, ചായ കുടിക്കണമെങ്കിൽ ഷുഗർ വേണം. ഓക്കെ, അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ജോയിൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ഇനി നമ്മൾക്ക് ഈ സെക്ഷനിലെ അവസാനത്തെ ടോപ്പിക്കായ എക്സെപ്ഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്. ഈ ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാം, അതർ തിങ്സ് റിമെയിൻ ദ സെയിം. There is an inverse association between price and quantity demand is called as law of demand. Okay, so there are some exemptions to the law of demand. Law of demand apply ചെയ്യാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, കോൺസ്പീഷ്യസ് കൺസംഷൻ. കോൺസ്പീഷ്യസ് കൺസംഷൻ എന്നത്, ഈ കോൺസ്പീഷ്യസ് കൺസംഷൻ എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്ന ആൾ വെബ്ലനാണ്. വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ദ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രൈസ്. ഓക്കെ, ഈ വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രൈസ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും കൂടുന്ന ഗുഡ്സിനെയാണ് വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഈ വെബ്ലൻ ഇഫക്റ്റ് പറയുന്നത് എന്താണ്, പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് അസോസിയേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഈസ് കാൾഡ് ആസ് വെബ്ലൻ ഇഫക്റ്റ്. കാരണം എന്താ വെച്ചാൽ, ചില ആളുകളുണ്ട്, അവർക്ക് എന്താ വെച്ചാൽ നല്ല വില കൂടിയ വസ്തുക്കൾ ഡിമാൻഡ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ വലിയ കോടികൾ വിലയുള്ള കാറ്, വാച്ച്, ഫോണ്, അതുപോലെ തന്നെ ഈ പല ഇങ്ങനെ ലക്ഷറിയസ് ഗുഡ്സും നമ്മൾ കയ്യിൽ വെക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, അത് വാങ്ങാനുള്ള, അത് ഡിമാൻഡ് ചെയ്യാനുള്ള ആഗ്രഹം. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇവർക്ക് അതിനോടൊന്നുകൂടെ എന്തായിരിക്കും, ഒരു താല്പര്യം കൂടും. അപ്പോൾ ഒരു പ്രൈസ് കൂടുമ്പോൾ, അങ്ങനത്തെ വസ്തുക്കൾ പ്രൈസ് കൂടുമ്പോൾ ഇവരതിന് ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ വി കനോട്ട് അപ്ലൈ ലോ ഓഫ് ഡിമാൻഡ്. ഇൻവേഴ്സ് അസോസിയേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നുള്ള ആശയം നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഗുഡ്സിനെ പറയുന്ന പേര് കോൺസ്പീഷ്യസ് കൺസംഷൻ. ഓക്കെ, പൊങ്ങച്ച വസ്തുക്കളുടെ പ്രത്യേകത, അതിൻ്റെ പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. വിച്ച് ഈസ് ആൾസോ കാൾഡ് ആസ് വെബ്ലൻ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, വെബ്ലൻ ഇഫക്റ്റിൽ ഒരു പോസിറ്റീവ് ഡിമാൻഡ് കർവാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡിമാൻഡ് കർവ് കണ്ടോ, ഈ കർവ് കണ്ടോ നിങ്ങൾ, ഈ കർവിൽ ഡിമാൻഡ് കർവ് അപ്പോൾ DD എന്നുള്ളത് ഡിമാൻഡ് കർവ്. ആ ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ശരിക്കും വേണ്ടത് എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണുള്ളത്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്, കോൺസ്പീഷ്യസ് കൺസംഷൻ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ വെബ്ലൻ ഇഫക്റ്റിന് എക്സാമ്പിൾ. ജനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു യൂണിക് ഫീലിംഗ് വരുത്താൻ വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ആളുകൾ ചില കോൺസ്പീഷ്യസ് ലക്ഷറിയസ് ഗുഡ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ ഡിമാൻഡ് എപ്പോഴും പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടുക ചെയ്യും. അപ്പോൾ ഇതാണ് കോൺസ്പീഷ്യസ് കൺസംഷൻ അല്ലെങ്കിൽ വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊരു കേസുണ്ട്, ഗിഫൺ ഗുഡ്സ്.
ഗിഫൺ ഗുഡ്സും ഇതുപോലെ തന്നെയാണ്. ഗിഫൺ ഗുഡ്സ് എന്നുള്ളത് ഒരു ഗിഫൺ എന്നൊരാൾ, റോബർട്ട് ഗിഫൺ എന്നുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് ഫൈൻഡിങ് ആണ്. അയർലാൻഡിൽ 1848 കണ്ടെത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ടാണ് ഈ ഗിഫൺ ഗുഡ്സ് എന്നുള്ള ഒരു ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് കോൺസ്പീഷ്യൽ ഗുഡ്സ് അല്ല, അതൊരു എന്താ പറയുക, ഒരു താഴ്ന്ന തരം ഒരു ഗുഡ്സാണ്. ഓക്കെ, ഒരു ക്വാളിറ്റി ഗുഡ്സ് അല്ല, ഒരു ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഓക്കെ, പൂർ ക്വാളിറ്റി ഗുഡ്സ് ആണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഈ ഗിഫൺ ഗുഡ്സ്, മറ്റേത് കോൺസ്പീഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത് പിന്നെ ഈ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ലക്ഷറിയസ് ഗുഡ്സ് ആണ്. ഓക്കെ, ഈ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. പക്ഷേ ദ ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സ് ആൻഡ് പ്രൈസ് ദർ ഇസ് പോസിറ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഡിമാൻഡ് കർവ് ഒരു പോസിറ്റീവ് റിലേഷൻ, ഗിഫൺ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാൽ എന്താണ്, ഡിമാൻഡും കൂടും. അങ്ങനത്തെ ഒരു ആശയമാണ് വരുന്നത്. ഗിഫൺ ഗുഡ്സ് ഒരു എക്സാമ്പിൾ ഇവർ പറയുന്നത് പൊട്ടാറ്റോ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഇൻഫീരിയർ ഗുഡ്സാണ്. അന്നത്തെ ഈ വർക്കേഴ്സ്, പെസൻസ്, പാവങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ഗുഡ്സാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊട്ടാറ്റോ ആണ് അവരുടെ മെയിൻ കൺസംഷൻ. ഇനി പൊട്ടാറ്റോയുടെ പ്രൈസ് കൂടിയാലും അവരെന്താ, ദേ ഫോഴ്സ് ടു കൺസ്യൂം ഇറ്റ്, അവരത് കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അവർക്കത് കൺസ്യൂം ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ ഗിഫൺ ഗുഡും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും തമ്മിലുള്ളത്. കാരണം ഗിഫൺ ഗുഡ്സ് ആർ ദ ഇൻഫീരിയർ ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോ. അപ്പോൾ പൊട്ടാറ്റോയുടെ പ്രൈസ് കൂടി എന്ന് കരുതി അവരൊരിക്കലും അവരുടെ കൺസംഷൻ കട്ട് ഡൗൺ ചെയ്യാൻ കഴിയില്ല. കാരണം അത് അവർക്ക് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും കൺസ്യൂം ചെയ്യുന്നൊരു ഫുഡാണ്. അതുകൊണ്ട് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡ് കൂടുകയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് കൺസംഷൻ കട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടൊരു പോസിറ്റീവ് അസോസിയേഷനാണ് ഗിഫൺ ഗുഡും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും തമ്മിലുള്ളത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഗിഫൺ ഗുഡ്. അപ്പോൾ ഗിഫൺ ഗുഡ് അതുകൊണ്ട് ഗിഫൺ ഗുഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഗുഡ് ഓഫ് Gifan good is defined as a good of which the quantity demanded increases as its price increases and fall as its price fall. അപ്പോൾ ഡയറക്റ്റ് റിലേഷൻ ആണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. ഓക്കെ, അനദർ എക്സംഷൻ ഫ്രം ലോ ഓഫ് ഡിമാൻഡ് ഗുഡ്സ് വിത്ത് അൺസർട്ടൈൻ പ്രോഡക്റ്റ് ക്വാളിറ്റി. അപ്പോൾ ചില ഗുഡ്സ് എന്താണ്, കൺസ്യൂമേഴ്സിന് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് എന്താണ്, ദ കൺസ്യൂമേഴ്സ് ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് സച്ച് ഗുഡ് ബൈ ദെയർ പ്രൈസ്. പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി ജഡ്ജ് ചെയ്യുക. സിൻ ദ പ്രൈസസ് ഓഫ് ആക്ട് ആസ് എ സിഗ്നൽ ഓഫ് ക്വാളിറ്റിൻ്റെ സിഗ്നലായിട്ട് വർക്ക് ചെയ്യുന്നത് പ്രൈസാണ്. The consumers tend to assume that quantity has gone up when the price has risen. പ്രൈസ് കൂടിയാലാണ് ക്വാളിറ്റി കൂടുക എന്നുള്ളൊരു അസംഷനാണ് അവർക്കുള്ളത്. ഹെൻസ് ദ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് മോർ ഓഫ് ദ കമ്മോഡിറ്റി അറ്റ് എ ഹയർ പ്രൈസ്. അപ്പോൾ ചില കമ്മോഡിറ്റിക്ക് ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിയില്ല കൺസ്യൂമേഴ്സിന്. അവർ കരുതുന്നത് ക്വാളിറ്റി ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് പ്രൈസ് കൂടിയാൽ അതിന് ക്വാളിറ്റി കൂടും എന്നുള്ളത് കൂടുതലായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ വിൽ പർച്ചേസ് മോർ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പ്രൈസ് എക്സ്പെക്ടേഷൻ. ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസിങ് ആൻഡ് ഫർദർ ഇൻക്രീസ് ആർ എക്സ്പെക്റ്റഡ്, കൺസ്യൂമേഴ്സ് വിൽ ബൈ മോർ ഓഫ് ദ കമ്മോഡിറ്റി അറ്റ് എ ഹയർ പ്രൈസ്. ഭാവിയിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇങ്ങനെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭാവിയിലും കൂടുമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ജനങ്ങൾ കൂടുതൽ കറണ്ട് പീരിയഡിൽ കൺസ്യൂം ചെയ്യും.
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വി കനോട്ട് അപ്ലൈ ലോ ഓഫ് ഡിമാൻഡ്. താങ്ക് യു.